രാവിലെ ഈ കട്ടിലിനോട് വല്ലാത്ത പ്രേമം കേട്ടോ. എണീറ്റ് വരാനേ തോന്നത്തില്ല. കാശിക്കൂട്ട് ഉറങ്ങുന്ന കാണുമ്പോൾ കൊതി വരും. അങ്ങനെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ ചായ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ചായ കുടിച്ചു. ഇന്നലെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതിനകത്ത് പുഴുവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് അരിച്ച് നോക്കിയിട്ട് എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ അരിച്ചപ്പോൾ ഞാൻ വേറെ പുഴുവിനൊന്നും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ കുഴച്ച് വെച്ചു. പിന്നെ കാന്താരി മാത്രം ഇട്ടിട്ട് അച്ഛനൊരു മുട്ട പൊരിച്ചു. പിന്നെ പയറുതോരനും അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ സെറ്റാക്കി കേട്ടോ നമ്മൾ. അത് കഴിഞ്ഞിട്ട് ഇന്നലത്തെ തീയൽ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ സോയാ കറിയിലും മിക്സ് ചെയ്തപ്പോഴത്തേക്കും പുതിയൊരു കറിയായി. സംഭവം കൊള്ളായിരുന്നു. അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി ഞാൻ പരത്തും, അമ്മ ചൂടും. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി കാപ്പി പരിപാടിയെല്ലാം സെറ്റാക്കി നേരെ കഴിക്കാനുള്ള പരിപാടിയൊക്കെ നോക്കി. കാശിക്കൂട്ടിനും കൊടുത്തു. അതൊക്കെ കൊടുത്തു വന്നപ്പോഴത്തേക്കും അമ്മ മീൻ കറിക്കുള്ള പരിപാടിയൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നേ. മീൻ നമ്മൾ പിന്നെ കണ്ടിരിക്കുന്നത് മത്തി കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നേ. തേങ്ങ ആദ്യമേ അങ്ങ് അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. കാരണം പിന്നെ മീൻ കണ്ടിച്ചിട്ട് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കറണ്ട് പോയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. അപ്പോൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ റിസ്ക് ഇല്ലല്ലോ. അങ്ങനെ നമ്മൾ പുളിഞ്ചിക്ക ഇട്ട് തേങ്ങ അരച്ച് വെക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി പുളിഞ്ചിക്ക പോയി പറിച്ചുകൊണ്ട് വന്ന് അതരിഞ്ഞ് നമ്മൾ നല്ലൊരു മീൻ കറിയും വെച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചീനി അരിഞ്ഞ് ചീനി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചോറും മീൻകറിയും ചീനിയും രസവും പിന്നെ നമ്മുടെ ചാമ്പയ്ക്ക അച്ചാറൊക്കെ കൂട്ടി കഴിച്ചു.